കഴിഞ്ഞ വ്യാഴാഴ്ച മലപ്പുറം പുൽപ്പറ്റയിലുള്ള ഒളമതിൽ എന്ന ഗ്രാമം ഉണർന്നത് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും മരണവാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ഇരുവരുടെയും മരണം നാട്ടുകാരിൽ ഞെട്ടലുളവാക്കി. ഒളമതിൽ ആലുങ്ങപ്പറമ്പിൽ മിനിമോൾ എന്ന യുവതിയും ഇവരുടെ 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയുമാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റു വന്ന മിനിയുടെ സഹോദരന്റെ ഭാര്യയാണ് അടുക്കളയോട് ചേർന്നുള്ള ശുചിമുറിയുടെ ജനലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ യുവതിയെ കണ്ടെത്തുന്നത്. തുടർന്ന് അലറി വിളിച്ചുകൊണ്ട് ഇവർ നേരെ മിനിയുടെ മുറിയിൽ പോയി നോക്കിയപ്പോൾ കുഞ്ഞിനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. പിന്നീട് ഇവർ ഭർത്താവിനെ വിളിച്ച് നടത്തിയ തിരച്ചിലിനിടയിലാണ് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ തലകീഴായി കിടക്കുന്ന നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. സഹോദരൻ വിജേഷ് അയൽവാസികളെ വിവരമറിയിക്കുകയും രണ്ടുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം യുവതി ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. മിനിയുടെ കിടപ്പുമുറിയിൽ നിന്നും കണ്ടെത്തിയ ആത്മഹത്യാ കുറിപ്പ് ബന്ധുക്കൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. 6 വർഷങ്ങൾക്ക് മുൻപാണ് മിനിമോളുടെ വിവാഹം കഴിയുന്നത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് ഇവർക്ക് ഒരു കുഞ്ഞ് പിറക്കുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം സ്വന്തം വീട്ടിലായിരുന്നു ഇരുവരും കഴിഞ്ഞിരുന്നത്. തുടർന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഈ ദാരുണമായ മരണം സംഭവിക്കുന്നത്. തന്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും താൻ പോവുകയാണെന്നും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നുവെന്നും ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. തനിക്ക് കാഴ്ചശേഷി കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും പരിചരിക്കാൻ പ്രയാസമുണ്ടെന്ന തരത്തിലുള്ള മനോവിഷമമാണ് കുറിപ്പിലുള്ളത്. മാവൂരാണ് മരണപ്പെട്ട മിനിയുടെ ഭർത്താവിന്റെ വീട്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണത്തിൽ മറ്റാർക്കും പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇരുവരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടത്തി. വിജേഷ്, പുഷ്പ എന്നിവർ സഹോദരങ്ങളാണ്. എന്തായാലും ഇരുവരുടെയും മരണം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.